നമസ്കാരം. ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചൊരു പുസ്തകമാണ് ആനന്ദ് എഴുതിയ രക്തവും സാക്ഷികളും എന്നുള്ളത്. അതിൽ സംഗ്രഹം, വിഗ്രഹം, നിഗ്രഹം എന്നൊരു അധ്യായത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ രാമായണത്തെക്കുറിച്ചുള്ളത്. അതാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആദ്യം ഞാൻ ആലോചിച്ചു, അനേകം പുസ്തകങ്ങൾ ഇറങ്ങുന്നതിൽ ഒരു പുസ്തകത്തിൽ 3-4 പേജ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടതുണ്ടോ? അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്നുള്ളത്. പിന്നെ ആലോചിച്ചപ്പോൾ ഞാനിത് പറയണം എന്ന് തോന്നി. എഴുത്തുകാരന് സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായിട്ടും ആർക്കും തൻ്റെ അഭിപ്രായം അനുസരിച്ച് എഴുതാം. അത് എന്താ പറയുക, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണെന്ന് ആധികാരികമായി പറയാത്തിടത്തോളം എഴുതാം. അഭിപ്രായങ്ങൾ എല്ലാവർക്കും എഴുതാം. അത് എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ അതേസമയം അതിലെ ചില കാര്യങ്ങളോട് വിയോജിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗം ചെയ്യുന്നു. ഞാനത് വായിക്കാം. അതിൽ ഓരോ ഭാഗത്തെക്കുറിച്ചും എനിക്ക് യോജിപ്പുള്ള ചില ഭാഗങ്ങളുണ്ട്, തീർത്തും യോജിപ്പുള്ള ചില ഭാഗങ്ങൾ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഒരു രാമായണത്തിൽ രാമനിലും വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനിത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ആദ്യമായിട്ട് പറയട്ടെ, ആരും വിമർശനത്തിന് അതീതരല്ല. മനുഷ്യരും ദൈവങ്ങളും ആരും വിമർശനത്തിനോ വിചിന്തനത്തിനോ അതീതരല്ല. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു അബ്യൂസ് എനിബഡി ബട്ട് യു ക്യാൻ ക്രിട്ടിസൈസ് എനിവൺ എന്നുള്ളതാണ്. ഓക്കെ, അത് ആദ്യം തന്നെ പറയുന്നു കേട്ടോ. നോബഡി ഈസ് എബോവ് ക്രിറ്റിസിസം. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിലുള്ള എൻ്റെ വിയോജിപ്പും പറയാം. അയോധ്യ എന്നാൽ തോൽപ്പിക്കാൻ കഴിയാത്ത രാജ്യം. ഒന്നാമത്തെ തെറ്റ്. അയോധ്യ എന്ന് വെച്ചാൽ അതല്ല അർത്ഥം. ആയോധനം നിലച്ച ഭൂമി, മനസ്സ്, അതിനെയാണ് അയോധ്യ എന്ന് പറയുന്നത്. അവിടെയാണ് ബോധസ്വരൂപനായ രാമൻ ഉദിക്കുന്നത്. ഈ വീഡിയോ സീരീസിലെ 3ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കേട്ട് നോക്കാം. ആയോധന വിദ്യ മാത്രമേ അവിടെ അഭ്യസിക്കപ്പെടുന്നുള്ളൂ. ഒരു മിലിറ്ററി സ്റ്റേറ്റ്. തെറ്റ്. അയോധ്യയിൽ ആയോധന വിദ്യ മാത്രമല്ല, ആയോധനമുണ്ട്. ഏതൊരു സ്റ്റേറ്റിനും സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള ആയുധ ശക്തി വേണം. അയോധ്യ ആണെങ്കിലും ഇന്നത്തെ രാജ്യങ്ങളാണെങ്കിലും അത് വേണം. ആവശ്യത്തിന് ആയോധന ശക്തി, ഡിഫെൻഡിങ് പവറും ഇല്ലാതെ താത്വികമായി എത്ര ഉയർന്നിരുന്നാലും ശത്രുക്കളാൽ ആക്രമിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ചരിത്രം, എത്രയോ ആൾക്കാർ, മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ആരൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഖോറിമാർ, ഖിൽജിമാർ. നമുക്ക് ശക്തി ഉണ്ടായിരുന്നില്ല, യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അപ്പോൾ ഏതൊരു രാജ്യത്തിനും സംസ്ഥാനത്തിനും എന്തോ ആവട്ടെ, ഏതൊരു ദേശത്തിനും പ്രതിരോധിക്കാനുള്ള ശക്തി വേണം. പക്ഷെ അത് മാത്രമാണ് അയോധ്യയിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. അയോധ്യയിൽ ശ്രേഷ്ഠന്മാരായ വസിഷ്ഠ ഗുരു രാജഗുരുവായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. നീതിമാനായ ദശരഥ രാജാവ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ അയോധ്യയിൽ ഉണ്ടായിരുന്നു. ജനങ്ങൾ ദശരഥൻ്റെ കീഴിൽ സന്തോഷവാന്മാരായിരുന്നു. അപ്പോൾ അത് ആയോധന വിദ്യ മാത്രമുള്ള, ജനങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്ന ഒരു മിലിറ്ററി സ്റ്റേറ്റ് അല്ല. ഇന്നത്തെ പല രാജ്യങ്ങളെയും പോലെ ഒരു ദക്ഷിണ കൊറിയയോ ചൈനയോ പോലത്തെ ഒരു സ്റ്റേറ്റൊന്നും അല്ല അയോധ്യ. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി താരതമ്യത്തിന് വേണ്ടി അപ്പുറത്തൊരു നോളജ് സ്റ്റേറ്റിനെയും കവി കാണിക്കുന്നുണ്ട്. പണ്ഡിതനും തത്വജ്ഞാനിയുമായി ജനകൻ ഭരിക്കുന്ന വിദേഹം. ജനകൻ വളരെയധികം അറിവുള്ള രാജാവായിരുന്നു. അറിവായിരുന്നു ജനകന്റെ സ്ട്രെങ്ത് എന്നുള്ളത് സമ്മതിക്കുന്നു. ജനകനെ പുകഴ്ത്താം, ജനകൻ പുകഴ്ത്തൽ അർഹിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി അയോധ്യയെ കാര്യമില്ലാതെ, വസ്തുതാപരമല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് തെറ്റാണെന്നാണ് എൻ്റെ പക്ഷം. പിന്നെ അവ തമ്മിലാണ് വിവാഹം സ്വാഭാവികമായും പരാജയപ്പെട്ടത്. ഇവിടെ ജനകരാജ്യത്തിലെ സീതയും അയോധ്യയിലെ രാജകുമാരനായ രാമനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായും പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. രാമന്റെ സീതയുടെയും വിവാഹം പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. വ്യക്തിതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ ദുഃഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെൻസ് നോക്കിയാൽ ചിലപ്പോൾ ഭൗതികമായ തലത്തിൽ പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്കൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പരസ്പരം അകന്നിരുന്ന സമയത്തും പൂർണ്ണമായിട്ട് സ്നേഹിച്ചിരുന്നു. ഏകപത്നി വ്രതക്കാരനായിരുന്നു രാമൻ. സീതയും അതുപോലെ തന്നെയായിരുന്നു. അവരുടെ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നിട്ടില്ല. പലപ്പോഴും പല സാഹചര്യങ്ങൾ മൂലമാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതും അവസാനം സീതയെ ഉപേക്ഷിച്ചതൊക്കെ. അതൊക്കെ വേറെ അവസരത്തിൽ വിശദമായിട്ട് പറയാം. എങ്കിലും പരാജയപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത് തർക്കിക്കേണ്ട വിഷയമാണ്. അവിടെ ഡിപ്പെൻസ് ഓൺ അവർ പെർസെപ്ഷൻസ്. അത് ഈ യുദ്ധവും നോളജും തമ്മിലുള്ള ഇഷ്യൂ കൊണ്ടൊന്നല്ല അത് പരാജയപ്പെട്ടത്. ഒരു വ്യക്തി ജീവിതത്തിൽ രാമന്റെ വേർഷനിലുള്ള ധർമ്മം, ഒരു രാജാവ് എന്ന നിലയിലുള്ള ധർമ്മത്തെയാണ് രാമൻ ഒരു ഭർത്താവ് എന്ന നിലയിലുള്ള ധർമ്മത്തെക്കാൾ ഉപരിയായിട്ട് കണ്ടത്. അതായിരിക്കാം മേ ബി സീത ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം. നമ്മൾ സനാതനധർമ്മത്തിൽ മുഖ്യധർമ്മവും ഗൗണധർമ്മവും പറയാറുണ്ട്. മുഖ്യധർമ്മം പ്രധാന ധർമ്മം, ഗൗണം ലെസർ ഇമ്പോർട്ടൻറ്റ് ധർമ്മം. ഇതിൽ രാമൻ എപ്പോഴും ഒരു രാജാവ് എന്ന നിലയിൽ ഉള്ളൊരു ധർമ്മത്തെയാണ്, അല്ലെങ്കിൽ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് തന്നെ പ്രഥമ കർത്തവ്യമായിട്ട് കണ്ടത്. വ്യക്തിപരമായ ഏതൊരു റിലേഷനും സെക്കൻഡറി ആയിട്ട്, ഗൗണമായിട്ട് മാത്രമേ രാമൻ കണ്ടിരുന്നുള്ളൂ. ലക്ഷ്മണനെ ഉപേക്ഷിച്ചപ്പോഴും സീതയെ ഉപേക്ഷിച്ചപ്പോഴൊക്കെ ഇതാണ് ഉണ്ടായത്. അത് ശരിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് എൻ്റെ ആസ്പെക്ട്, ഇതാണ് ചോദ്യം. ഏതാണ് പ്രഥമ ധർമ്മം? രാജാവ് എന്ന നിലയിലുള്ളതാണോ ഒരു വ്യക്തി എന്ന നിലയിലുള്ളതാണോ? ഇനി രാജാവ് എന്ന നിലയിലുള്ള ധർമ്മമാണ് ചെയ്തതെങ്കിൽ അതിന് സ്വീകരിച്ച രീതികൾ, അതിലൊക്കെ എനിക്ക് വിയോജിപ്പുള്ള പല കാര്യങ്ങളുണ്ട് കേട്ടോ. സോ ഇവിടെ ഞാൻ ഭാഗികമായിട്ട് യോജിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ ഒരു പരാജയമാണെങ്കിൽ ആ പരാജയം ധർമ്മവും ശക്തിയും തമ്മിലൊരു ഇഷ്യൂ ആയിരുന്നേ ഇല്ല. ഓക്കെ, ഇനി അയോധ്യയുടെ അധിപൻ ദശരഥൻ, 10 തേരുകൾ ഒന്നിച്ച് തെളിയിക്കുന്നവൻ, 100 ആളുകളെ ഒരേ സമയം കൊല്ലുവാൻ കഴിവുള്ള ഒരു യന്ത്രമുണ്ട് അവിടെ, ശതഘ്നി. 100 കണക്കിന് അത്തരം യന്ത്രങ്ങൾ, കോട്ടകളാലും കിടങ്ങുകളാലും ചുറ്റപ്പെട്ട നഗരം, സൈന്യം വിപുലം. ഓക്കെ, ഇതെല്ലാം തെറ്റായ കാര്യമല്ല. ഏതൊരു രാജ്യത്തിനും സൈനിക സ്ട്രെങ്ത് വേണം.
ഒരു മിലിറ്ററി സ്റ്റേറ്റിന് സ്വാഭാവികമായ കലഹങ്ങളും അധികാര തർക്കങ്ങളും അതിനെ ചൂഴുന്നു. അച്ഛൻ, മക്കൾ, റാണിമാർ, സഹോദരന്മാർ, ദാസികൾ വരെ അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അച്ഛൻ മകനെ വനത്തിലേക്ക് അയക്കുന്നു, ഭർത്താവ് ഭാര്യയെ ശങ്കിക്കുന്നു, ഒടുവിൽ മക്കൾ അച്ഛനെ വെല്ലുവിളിക്കുന്നു. ഇത് ഓവർ ഡ്രാമാറ്റിഫിക്കേഷൻ ആണ്. അയോധ്യ എന്ന രാജ്യത്ത് മന്ധര എന്നുള്ളൊരു ദാസിയും കൈകേയി എന്ന റാണിയും മാത്രമാണ് അധികാരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഇൻസ്റ്റന്റിൽ മാത്രമാണ് കൈകേയിന് ശ്രമിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഭരതന്റെയും ശ്രീരാമന്റെയും റിലേഷൻ നോക്കൂ. ഭരതൻ ശ്രീരാമന് തിരിച്ച് രാജ്യം ഏൽപ്പിക്കാനായി കാട്ടിൽ പോകുന്നത് നോക്കൂ. ഒരുപാട് നിർബന്ധിക്കുന്നത് ശ്രമിക്കൂ. എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പറയുകയും ജ്യേഷ്ഠാഞ്ചന്മാരുടെ ഉദാത്തമായ സ്നേഹവും അധികാരത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ആ രാജകുമാരന്മാരുടെ ജീവിതവും ഒന്നും ഇദ്ദേഹം കാണുന്നില്ലേ? അവിടെ അധികാര പ്രശ്നം ഉണ്ടായത് ആ മന്ധര കൈകേയിയോട് പറഞ്ഞ ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കങ്ങൾ, സ്വാഭാവിക കലഹങ്ങളും അധികാര തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. അയോധ്യയിൽ ഉണ്ടായിട്ടുള്ള അധികാര തർക്കം എനിക്ക് അധികാരം വേണ്ട, അങ്ങ് ഭരിക്കൂ എന്ന് ഭരതനും തിരിച്ച് നീയാണ് ഭരിക്കണം എന്ന് രാമനും പറയുന്ന ഒരു റിവേഴ്സ് തർക്കമാണ് ഉണ്ടായത്. ഇന്നത്തെ കാലത്ത് പോലെ ഞാൻ ഭരിക്കണം എന്ന് പറയുന്ന ഒരു അധികാര തർക്കമല്ല. അത് നോക്കിക്കഴിഞ്ഞാൽ അയോധ്യയിൽ മനസ്സിലാവും. ഭരതന്റെ വനയാത്ര എന്നുള്ള ഒരേ ഒരു ഭാഗം വായിച്ചാൽ തന്നെ ഇത് ക്ലിയർ ആവും. സോ ഇതൊരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനോട് യോജിക്കാൻ വയ്യ. പിന്നെ തർക്കങ്ങളുടെ കാറ്റ് അവിടെ നിന്ന് ദക്ഷിണ ഭാരതത്തിലേക്കും വീശുന്നു. കടൽ കടന്ന് ലങ്കയിലേക്കും സർവത്ര പോരും വിനാശങ്ങളും വരുത്തി വയ്ക്കുന്നു. മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും നദികളും പർവ്വതങ്ങളും സമുദ്രവും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അന്നത്തെ വിശിഷ്ട നഗരമായ ലങ്കയിൽ തീ പിടിച്ച് മനുഷ്യരും കുതിരകളും വൃക്ഷങ്ങളും പക്ഷികളും കത്തുവാൻ തുടങ്ങിയപ്പോൾ വായു തീയിനെ പെരുക്കുവാനായി വീശി. ലങ്കയിൽ തർക്കമുണ്ടായത് അയോധ്യയിലെ പ്രശ്നം കാരണമായിരുന്നില്ല, ലങ്കയിൽ അനീതിയായിരുന്നു ഉണ്ടായിരുന്നത്. രാവണനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശക്തിയുള്ളവനായിട്ടും അറിവുള്ളവനായിട്ടും ധർമ്മത്തിന് യാതൊരു പരിഗണനയും നൽകാതെ പുരുഷാർത്ഥങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രാവണന്റെ റോളാണ് ലങ്കയിൽ. ആ അധർമ്മമാണ് ലങ്കയുടെ നാശത്തിന് കാരണമായത്. രാമൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. സോ ലങ്കയിലെ പ്രശ്നങ്ങൾക്ക് അയോധ്യയിലെ ഇവൻസ് അല്ല കാരണം. അയോധ്യയിലെ ഇവൻസ് ഒരു നിമിത്തമായി രാമൻ അവിടെ എത്താൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അയോധ്യയിലെ തെറ്റുകൾ ഉള്ളതും ഇല്ലാത്തതും പെരുപ്പിച്ച് കാണിക്കുകയും ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും അതാണ് കാരണമെന്ന് വരുത്തി തീർക്കുകയും ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അറ്റംപ്റ്റ് ഇവിടെ കാണുന്നു. അതിനോട് യോജിക്കാൻ കഴിയില്ല. ലങ്ക വാസ് ബൗണ്ട് ടു കൊളാപ്സ് ബിക്കോസ് ഇറ്റ് വാസ് അധാർമിക്. അല്ലെ, കൗരവരും ദുര്യോധനും എങ്ങനെ തകർന്നു അതുപോലെ അധർമ്മമുള്ളിടത്ത് തകർച്ച വേണം. അത് അയോധ്യയിലെ പ്രശ്നങ്ങളല്ല കാരണം. അയോധ്യയിൽ ആ 2 ദിവസങ്ങളെ അധികാര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വൈരം കൂടാതെയുള്ള വധം പാടില്ല എന്ന് സീത രാമനെ ഉപദേശിക്കുന്നുണ്ട്. ആയുധം ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നും പറയുന്നുണ്ട്. പക്ഷെ രാമൻ നിസ്സഹായനാണ്. ആയുധം കയ്യിലെടുത്താൽ രാമൻ അത് മടക്കി വെക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ കഴിയില്ല. വളരെ തെറ്റാണ്. രാമൻ ആയുധം ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുന്ന ഒരാളാണ്. ഇനി എടുത്തപ്പോൾ തന്നെ തിരിച്ചു വയ്ക്കാൻ രാമന് കഴിഞ്ഞിട്ടുണ്ട്. മാരീചനെ വെറുതെ വിട്ടവനാണ് രാമൻ. രാവണ യുദ്ധത്തിൽ രാവണൻ തളർന്നപ്പോൾ രാവണനെ പോയി അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞയച്ച ഒരാളാണ് രാമൻ. അപ്പോൾ രാമൻ ആയുധം എടുക്കാൻ മാത്രമല്ല, ആവശ്യം വന്നാൽ താഴെ വയ്ക്കാനും അറിയാം. താഴെ വയ്ക്കാൻ അറിയാത്ത, ആയുധത്തിന്റെ മേൽ നിയന്ത്രണമില്ലാത്ത ഒരാളല്ല രാമൻ. തൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേലും ഒക്കെ നിയന്ത്രണമുള്ള ഒരു ധർമ്മമൂർത്തി തന്നെയാണ് രാമൻ. അദ്ദേഹത്തിന്റെ ചില ആക്ഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാലിവധം, സീതയെ ത്യജിക്കല്, സീതയുടെ അഗ്നിപരീക്ഷണം പോലെ ചില ഭാഗങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനോട് യോജിക്കുന്നില്ല. ആയുധം എടുക്കാനും മടക്കി വെക്കാനും വേണ്ടിടത്ത് ഉപയോഗിക്കാനും വേണ്ടാത്തടത്ത് ഉപയോഗിക്കാതിരിക്കാനും അറിയുന്ന ഒരാളാണ് രാമൻ. ഓക്കെ. പിന്നെ സാഗരം ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റാഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നതും സമുദ്രത്തിലേക്ക് അമ്പയക്കാൻ തുടങ്ങുന്നതും അപ്പോൾ സമുദ്രദേവൻ വരുമ്പോൾ അത് പിൻവലിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രയോഗിക്കപ്പെട്ട അസ്ത്രം പിൻവലിക്കാനായില്ല. അത് താൻ കാണുക പോലും ചെയ്തിട്ടില്ലാത്തവരും കലഹത്തിൽപ്പെടാത്തവരുമായ ആഭീരന്മാരുടെ നേരെ തിരിച്ചുവിടാൻ രാമൻ നിർബന്ധിതനായി. ആഭീരന്മാർ പാപാത്മാക്കളാണ്, പാപം ചെയ്തിട്ടുണ്ട്, രാക്ഷസന്മാരാണെന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് പരിചയമുണ്ടോ, തന്നോട് ദേഷ്യം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, അധർമ്മമുണ്ടോ അവിടെ ധർമ്മം നോക്കുന്നതൊക്കെയാണ് രാമൻ ചെയ്തത്. പിന്നെ സീതയിൽ അഗ്നിപരീക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അവിടെയും മാലോകരെ ബോധിപ്പിക്കാൻ, ആർക്കും ധർമ്മശങ്ക ഇല്ലാതിരിക്കാനാണ് രാമനെ ചെയ്തത്. അത് വ്യക്തിപരമായി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയല്ല ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറേണ്ടത്. പക്ഷെ ഇവിടെയാണെങ്കിലും സീതയെ ത്യജിക്കുന്ന കേസിലാണെങ്കിലും രാമന്റെ ആ ഒരു രാജാവ് എന്ന നിലയിലുള്ള ആ ഒരു റോളിനെയാണ് മുഖ്യധർമ്മമായി കണ്ടത്. അത് തെറ്റോ ശരിയോ എന്ന് നമുക്ക് വിധിക്കാം, നമുക്ക് അഭിപ്രായങ്ങൾ ഫോം ചെയ്യാം. പക്ഷെ അവിടെ യഥാർത്ഥ ചോദ്യം അതാകണം, അല്ലാതെ വേറെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. പിന്നെ അവസാനം രാമൻ മരിക്കുന്നു. അയോധ്യ മുഴുവൻ എന്താ പറയാ, നായകൻ സ്വയം സരയൂ നദിയിലിറങ്ങി ആത്മത്യാഗം ചെയ്യുന്നു. കൊട്ടാരവാസികൾ അനുഗമിക്കുന്നു. എന്തുകൊണ്ട് പാപരഹിതരായ പക്ഷിമൃഗാദികൾ, അയോധ്യാവാസികൾ പാപരഹിതരല്ല, അധർമ്മത്തിന് കൂട്ടുനിന്നവരാണെന്ന് പറയുന്നു. ഇത് ലങ്കയിൽ അപ്ലിക്കബിൾ അല്ലേ? ലങ്കയിലെ ജനങ്ങൾ അഗ്നിക്കിരയാവാൻ കാരണം അവിടെ അധർമ്മമുള്ള രാജാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അയോധ്യയിലെ ജനങ്ങൾ പാപമുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവരെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുറച്ച് സത്യവും കുറച്ച് പാതി സത്യവും കുറച്ച് ഇമാജിനേഷനും ചേർത്ത് വേണ്ട ഒരു പോയിന്റിലേക്ക് എല്ലാം കൂടി ഫോഴ്സ്ഫുള്ളി വലിച്ചെടുപ്പിക്കുന്ന ഒരു ഫീലാണ് കാണുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഏച്ചുകെട്ടലുണ്ട്. പിന്നെ സീതാത്യാഗത്തിൻ്റെ കാര്യം പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. പിന്നെ സ്വഭാവദൂഷ്യം സംശയിച്ച് രാമൻ പത്നിയെ അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ചു. അഗ്നിക്കിരയാക്കിയല്ല, അഗ്നി പരീക്ഷയാണ് ചെയ്തത്. അത് തെറ്റോ ശരിയോ നമുക്ക് വാദിക്കാം, പക്ഷെ അഗ്നിക്കിരയാക്കാനല്ല രാമൻ ശ്രമിച്ചത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനിത് കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ
എല്ലാത്തിനെയും ദുഷിപ്പിക്കുന്ന ആയോധന കലയിൽ മാത്രം ഊന്നിയ ജീവിതമാണ് രാമൻ്റെ എന്നാണ് ഇവർ പറയുന്നത്. അല്ല, ആയുധം വേണ്ടിടത്ത് ഉപയോഗിക്കാൻ മാത്രമാണ് രാമൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഉപയോഗിക്കുക തന്നെ വേണം. എല്ലാത്തിനോടും എവിടെയും പ്രതികരണശേഷി ഇല്ലാത്ത രീതിയോട് എനിക്ക് യോജിപ്പില്ല. അഹിംസ വേണം വേണ്ടിടത്ത്, അതുപോലെ ആയുധം ഉപയോഗിക്കേണ്ടത് ആയുധം ഉപയോഗിക്കണം. ധർമ്മ സംരക്ഷണാർത്ഥം ആയുധം ഉപയോഗിക്കുക തന്നെ വേണം. അത് നമ്മൾ രാമനിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ അൺനെസസറി ആയിട്ട് രാമനെയും അയോധ്യയും രാമായണത്തെയും കുറ്റപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഗൈൻ റിപ്പീറ്റ്, രാമൻ്റെ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. ബാലിവധം, സീതാപരിത്യാഗം പോലെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ കുറ്റപ്പെടുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ ഇത് എഴുതാനുള്ള എഴുത്തുകാരൻ്റെ ആ ഒരു റൈറ്റിനെ പൂർണ്ണമായിട്ട് മാനിച്ചുകൊണ്ട് തന്നെ ഇതിനോട് വിയോജിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയാറുള്ള സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറയുന്നു. ഹി ഹാസ് ഓൾ ദ റൈറ്റ് ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. I may be 100% against that opinion, but I will still stand for his right to do so. ഇത് എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നു. പക്ഷേ എഴുതിയതിനോടുള്ള വിയോജിപ്പ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ 11 മിനിറ്റായി. ഇത് കുറച്ചും കൂടി പറയാനുണ്ടെങ്കിലും വളരെ റെസ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഈ പേജസ് ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കുറ്റപ്പെടുത്തേണ്ടതില്ലാത്തടത്ത് തെറ്റായ കാര്യങ്ങൾ വെച്ച് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നീതികേടാണ്. അത് ചരിത്രപരമായ തെറ്റ് തന്നെയാണ്.